ഇസ്രായേലിൽ മലയാളി വെടിയേറ്റു മരിച്ചു. തിരുവനന്തപുരം തുമ്പ സ്വദേശി ഗബ്രിയേലാണ് മരിച്ചത്. ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് കടക്കുന്നതിനിടെയാണ് വെടിയേറ്റത്. വെടിയേറ്റ മേനംകുളം സ്വദേശി എഡിസൺ നാട്ടിൽ തിരികെ എത്തി. 4 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. വേളാങ്കണ്ണിക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ഫെബ്രുവരി 5-ന് ഗബ്രിയേൽ വീട്ടിൽ നിന്ന് പോയതെന്നും എംബസിയിൽ നിന്ന് മെയിൽ ലഭിച്ചപ്പോഴാണ് മരണവിവരം അറിഞ്ഞതെന്നും ബന്ധു ബീന പ്രതികരിച്ചു. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. 5-ാം തീയതി ഇവിടെ നിന്ന് പോയി. 5-ാം തീയതി ഇവിടെ പോയി തീർന്നതിന് ശേഷം പിന്നെ അതിനുശേഷം ഫോണൊന്നും വന്നിട്ടില്ല. എവിടെയാണ് എന്താണെന്ന് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ 9-ാം തീയതി ഫോൺ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ സേഫ്റ്റിയായിട്ട് റൂമിലുണ്ട് എന്ന് മാത്രം തന്നെ ഒരു വാക്ക് മാത്രം തന്നെ സംസാരിച്ചത്. വേറെ ഒന്നിനെ കുറിച്ചും അവൻ സംസാരിച്ചില്ല. ഉടനെ ഫോൺ കട്ട് ചെയ്ത്. ഇതിന് നിങ്ങളുടെ മീഡിയക്കാരോട് അപേക്ഷിക്കുന്നു, താഴ്മ അപേക്ഷിക്കുന്നു, ഞങ്ങളുടെ കൊച്ചിനെ ഇവിടെ കൊണ്ടു തരാൻ വേണ്ടി. ഞങ്ങൾ വേറെ ഒന്നും വേണ്ട, ഞങ്ങൾ ഇത്രയും അപേക്ഷിക്കുന്നുള്ളൂ. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ഈ ഗബ്രിയേലിന്റെ ബന്ധു എഡിസൺ നാട്ടിലെത്തി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? എങ്ങനെയാണ് ഈ വെടിയേറ്റത്, ഗബ്രിയേലിന് വെടിയേറ്റത്, ഇവർ അവിടെ എത്തിപ്പെട്ടതൊക്കെ എങ്ങനെയാണ്? അതിൻ്റെയൊക്കെ വിവരങ്ങൾ ഈ എഡിസൺ പറഞ്ഞിട്ടുണ്ടോ? എഡിസൺ കൂടുതൽ കാര്യങ്ങൾ ബന്ധുക്കളോടോ മറ്റുള്ളവരോടോ പറഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ ഇവിടെ എത്തി ബന്ധുക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എഡിസൺ നമ്മൾ മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല, തനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നാണ് എഡിസൺ അറിയിച്ചത്. എഡിസണും ഗബ്രിയേലും അടക്കമുള്ളവർ കഴിഞ്ഞ ഫെബ്രുവരി 5-ാം തീയതി തിരുവനന്തപുരത്തെ ഈ വീട്ടിൽ നിന്ന് പോയതാണ്. ഇത്തരത്തിൽ വിദേശത്ത് പോകുന്നു എന്നല്ല ആദ്യം പറഞ്ഞിരുന്നത്, വേളാങ്കണ്ണിക്ക് പോകുന്നു എന്നുള്ള പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതിനുശേഷം ഫെബ്രുവരി 9-ാം തീയതി വീട്ടുകാരെ വിളിച്ചു. തങ്ങൾ വിദേശത്താണ്, ഇപ്പോൾ സുരക്ഷിതരാണ്, മറ്റു കാര്യങ്ങൾ പിന്നീട് അറിയിക്കാം എന്നു മാത്രമാണ് ഈ വീട്ടുകാരെ അറിയിച്ചത്. അതിനുശേഷം ഇന്നലെ എഡിസൺ തിരികെ നാട്ടിലെത്തിയപ്പോഴും ഒപ്പമുണ്ടായിരുന്ന എഡിസന്റെ ഭാര്യ സഹോദരനാണ് മരിച്ചയാൾ. പക്ഷേ തിരിച്ച് നാട്ടിലെത്തിയപ്പോഴും ഈ തോമസ് ഗബ്രിയേലിനെ കുറിച്ച് ഒരു കാര്യവും അറിയില്ല എന്നുള്ള മറുപടിയാണ് നൽകിയത്. അതിനുശേഷം ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ എംബസിയുടെ മെയിൽ ലഭിക്കുന്നത്. എംബസിയുടെ മെയിൽ ലഭിച്ചപ്പോഴാണ് തോമസ് ഈ വെടിയേറ്റ് മരിച്ചു എന്നുള്ള വിവരം കുടുംബാംഗങ്ങൾ അറിയുന്നത്, വീട്ടുകാരറിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. അതിന് ഇടയിൽ അടൂർ പ്രകാശ് അടക്കമുള്ള ഒരു വിഷയത്തിൽ ഇടപെട്ടെങ്കിലും ഒരു വിവരവും ലഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും വീട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. വിദേശത്ത് പോയി ജോലി ചെയ്ത് രക്ഷപ്പെടാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ചത് എന്നാണ് അറിയുന്നത്. വിജയകുമാർ, ഏതായാലും ഒപ്പമുണ്ടായിരുന്ന ഈ മേനംകുളം സ്വദേശി എഡിസൺ നാട്ടിലെത്തിയിട്ടുണ്ട്. എഡിസൺ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുമായിരിക്കും. ഇപ്പോൾ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. അദ്ദേഹം ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് കഴിയുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വിശദീകരിക്കുമെന്ന് നമുക്ക് കരുതാം.